നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും ദേശീയ ഗുണനിലവാര പുരസ്കാരം. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വാർഡ് 5 മുരുക്കുങ്ങൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് 23-ന് നടത്തുന്ന കളക്ടറേറ്റ് ധർണയുടെ മുന്നോടിയായി UDF നേതൃയോഗം നടത്തി. ഇന്റർനാഷണൽ കോൺഗ്രസ് വാസുപുരം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വാട്ടർ ഷെഡ് പരിസരം ശുചീകരിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും ദേശീയ ഗുണനിലവാര അംഗീകാരം. കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും ദേശീയ ഗുണനിലവാര പുരസ്കാരം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഗവൺമെന്റ് ആശുപത്രികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം, സേവനങ്ങൾ, രോഗിയുടെ അവകാശങ്ങൾ, ശുചിത്വം എന്നിവ പരിശോധിച്ച് ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് പുരസ്കാരത്തിന് വീണ്ടും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം അർഹമായി. മുൻപ് 2021-ലും ഈ അംഗീകാരം സ്ഥാപനത്തിന് ലഭിച്ചിരുന്നു. 3 വർഷത്തേക്കാണ് ഒരു സ്ഥാപനത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഈ വർഷം സംസ്ഥാനത്ത് 7 സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തന മികവിലും കൂടാതെ കൊടകര ഗ്രാമപഞ്ചായത്തും ഭരണസമിതിയും സ്ഥാപനത്തിന് നൽകുന്ന മികച്ച പിന്തുണയുടെയും അംഗീകാരമായാണ് ഈ പുരസ്കാരം സ്ഥാപനത്തിന് ലഭിച്ചത്. ഇതിനു മുൻപും ഈ സ്ഥാപനം പ്രവർത്തന മികവിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. കൊടകര FHSCക്ക് എൻകോസ് ലഭ്യമായിരിക്കുകയാണ്. 2021-ലാണ് നമുക്ക് മുമ്പ് എൻകോസ് ലഭിച്ചിട്ടുള്ളത്. വീണ്ടും 3 വർഷത്തിന് ശേഷം അതിൻ്റെ ഇവാലുവേഷൻ നടന്നു. ഇപ്പോൾ നമ്മളറിയാൻ കഴിഞ്ഞത് നമുക്ക് വീണ്ടും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും എൻകോസ് ലഭിച്ചിരിക്കുന്നു എന്നതാണ്. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി ആരംഭിച്ചത്. മരത്തോമ്പിള്ളി ചെറുവത്തൂർ ചിറ പരിസരത്ത് ആരംഭിച്ച നടീൽ CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPIM കൊടകര ഏരിയ സെക്രട്ടറി KD അപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. CPIM മരത്തോമ്പിള്ളി ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് കല്ലങ്ങപ്പുറം, പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ജോസ് ഇല്ലിക്കൽ എന്നിവർ സംസാരിച്ചു. 1 ഏക്കറോളം സ്ഥലത്താണ് സംയോജിത കൃഷി ആരംഭിച്ചത്. കേരളത്തിലെ എല്ലാ പാർട്ടി ഘടകങ്ങളും ഓണം മുന്നിൽ കണ്ട് പച്ചക്കറി കൃഷിയിൽ ഏർപ്പെടണമെന്നതാണ്. സംയോജിത കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉൾപ്പെടുന്നതാണ്. അതിൽ മത്സ്യമുണ്ട്, മാംസമുണ്ട്, എല്ലാം അടങ്ങുന്നതാണ് സംയോജിത കൃഷി. അത് നമ്മുടെ ഒരു സംസ്കാരം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ബൃഹത്തായ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ നമ്മൾ ഓണത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ 30,000-ഓളം വരുന്ന പാർട്ടി ബ്രാഞ്ചുകൾ, അതുപോലെ ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, എല്ലാ വർഗ ബഹുജന സംഘടനകളുടെയും സാധ്യമായ ഘടകങ്ങൾ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് UDF പ്രതിഷേധ യോഗം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് 23-ന് നടത്തുന്ന കളക്ടറേറ്റ് ധർണയുടെ മുന്നോടിയായാണ് UDF നേതൃയോഗം നടത്തിയത്.
MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ CG ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ OS ചന്ദ്രൻ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ്, II അബ്ദുൾ മജീദ്, ജോൺ മുണ്ടൻമാണി, വിൽസൺ മേച്ചേരി, TA ആന്റോ, ഷോൺ പെല്ലിശ്ശേരി, ജെയിംസ് പോൾ, ഷാജു വടക്കൻ, അനിയൻ കൊടകര, മീരാസ വെട്ടുക്കൽ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് മുരുക്കുങ്ങൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വാർഡ് 5 മുരുക്കുങ്ങൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും നടത്തി. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് BV പോക്കാക്കില്ലത്ത് അധ്യക്ഷത വഹിച്ചു. ആശാവർക്കർമാരായ ലൈല ബഷീർ, സുലോചന അശോകൻ, അംഗനവാടി വർക്കർമാരായ സതീദേവി, ലിസി ബാബു, ബിന്ദു സത്യൻ, തൊഴിലുറപ്പ് മേറ്റ് ഗ്രേസി വർഗീസ്, ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ നമ്പളൻ, മുൻ ഭാരവാഹികളായ ഇമ്മാനുവേൽ, ജോസ്ഫീന വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. വയോജന ക്ലബിന്റെ പ്രസിഡന്റായി BV പോക്കാക്കിലത്തിനെയും സെക്രട്ടറിയായി സുരേന്ദ്രൻ നമ്പളനെയും തിരഞ്ഞെടുത്തു. ചാലക്കുടി MLA കാടുകുറ്റി പഞ്ചായത്തിനോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം. ചാലക്കുടി MLA കാടുകുറ്റി പഞ്ചായത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്തിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളോട് MLA സനീഷ് കുമാർ ജോസഫ് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 കാടുകുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് LDF കാടുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന കാര്യത്തിൽ ഒരു നടപടിയും MLA സ്വീകരിക്കുന്നില്ലെന്നും വാഹനങ്ങൾ പഞ്ചായത്തിലൂടെ കടന്നുപോകുന്നതിനാൽ റോഡുകൾ മുഴുവൻ തകർന്നിരിക്കുകയാണ്. റോഡ് വികസന കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ നൽകാത്ത കാരണം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത സ്ഥിതിയാണെന്നും MLAയുടെ ആസ്തി വികസന ഫണ്ട് നൽകുന്ന കാര്യത്തിലും കാടുകുറ്റി പഞ്ചായത്തിലെ തീർത്തും അവഗണിക്കുന്ന രീതിയാണ് തുടർന്നു വരുന്നതെന്നും ഒരു വികസന പ്രവർത്തനങ്ങളും കാടുകുറ്റി പഞ്ചായത്തിലേക്ക് നൽകുന്നില്ലെന്നും പ്രസിഡന്റ് ആരോപിച്ചു. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിക്കാതെ ജനകീയ പങ്കാളിത്തത്തോടെ വാങ്ങിയ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ വലിയ നേട്ടമാണെന്നും വഴിവിളക്കുകൾ കത്തിക്കാൻ സാധിച്ചതും അംഗനവാടികൾ നവീകരിക്കാൻ സാധിച്ചതും ആയുർവേദ ആശുപത്രിയുടെ മികച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അംഗീകാരം നേടുവാൻ സാധിച്ചു. കാതിക്കുടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞത് സാധാരണ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ P വിമൽകുമാർ, രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഡാളി ജോയ്, വർക്കി തേലക്കാട്ട്, KN രാജേഷ് എന്നിവരും പങ്കെടുത്തു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ ഈ 4 വർഷത്തെ ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളെ കുറിച്ച് അറിയിക്കുന്നതിനും അതുപോലെ തന്നെ പഞ്ചായത്തിനോടുള്ള നമ്മുടെ ചാലക്കുടി MLAയുടെ അവഗണനയ്ക്ക് എതിരെ ഈ 19-ാം തീയതി 4:30 കാടുകുറ്റി ജംഗ്ഷനിൽ വെച്ച് നമ്മളൊരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചത്. അതിന് കുറച്ച് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 2021 ഫെബ്രുവരി മാസത്തിൽ തന്നെ നമ്മുടെ ദേവസ്വേട്ടൻ നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന ആഴ്ച 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു 1 കോടി രൂപ 99 ലക്ഷം രൂപ കൃത്യമായിട്ട് പറഞ്ഞ ആ കാടുകുറ്റി ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡ് അനുവദിച്ചിരുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് വാസുപുരം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്റർനാഷണൽ കോൺഗ്രസ് വാസുപുരം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വാട്ടർഷെഡ് പരിസരം പുല്ലും അടിക്കാടും വെട്ടി ശുചീകരിച്ചു. മഴക്കാലത്ത് ഇഴജന്തുക്കളുടെ ശല്യവും വലിച്ചെറിയുന്ന മാലിന്യങ്ങളും മൂലം കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സിബി പൌലോസ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജോൺ വട്ടക്കാവിൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എഡ്വിൻ വിൽസൺ, യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം സെക്രട്ടറിമാരായ ശ്രീജിത്ത് കുറിച്ചിയത്ത്, ജസ്റ്റിൻ ജോയ്, ആശ്വിൻ നെൽസൺ, കോൺഗ്രസ് പ്രവർത്തകരായ ജോമോൻ, ലോയൽ ബെന്നി, സിജോ എന്നിവർ നേതൃത്വം നൽകി. കോടശ്ശേരി പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ വ്യാപക ക്രമക്കേടെന്ന് പരാതി.
കോടശ്ശേരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപക ക്രമക്കേടുള്ളതായി LDF പാർലമെന്ററി പാർട്ടി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. LDF അംഗങ്ങൾക്കെതിരെ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് EA ജയതിലകൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് റദ്ദാക്കിയിരിക്കുന്നതെന്നും ഇത് ചോദ്യം ചെയ്ത LDF അംഗങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാധാനപരമായി സമരം നടത്തിയിരുന്ന LDF വനിതാ അംഗത്തിന്റെ തോളിൽ ചവിട്ടിയാണ് മുൻ പ്രസിഡന്റ് കൂടിയായ റിജു മാവേലി ചെയ്തതെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾക്ക് നേരെ ആക്രമിക്കുകയാണ് ചെയ്തത്. സാരമായി പരിക്കേറ്റ ഇദ്ദേഹം മാരകമായി പരിക്കേറ്റുന്ന വ്യാജ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആരോപിച്ചു. ഹരിതകർമ്മസേനയുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന അംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതിരിക്കുന്നത് പ്രവർത്തനങ്ങളിലുണ്ടായ ക്രമക്കേട് കണ്ടെത്താതിരിക്കാനാണെന്നും പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ശ്യാമ സജീവൻ, VJ വില്യംസ്, TR ബാബു, ബ്ലോക്ക് മെമ്പർ MD ബാഹുലയൻ എന്നിവർ പങ്കെടുത്തു. നിരവധി തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കണം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി പഞ്ചായത്തിനകത്ത് ഹർത്താൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സ്ഥിതിയുണ്ടായി. ഹരിതകർമ്മസേന കൺസ്റ്റിറ്റ്യൂഷൻ തെരഞ്ഞെടുപ്പ് നടന്നത് തികച്ചും ജനാധിപത്യ രീതിയിലും എല്ലാ തരത്തിലുള്ള നടപടിക്രമവും പൂർത്തീകരിച്ചുകൊണ്ടാണ് എന്നുള്ളത് കോടശ്ശേരി പഞ്ചായത്തിൽ രേഖകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ കൺസോർഷ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് മെയ് മാസം 23-ാം തീയതി ചേർന്ന കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലാണ്. 16-ാം തീയതിയാണ് നോട്ടീസാവുന്നത്. 27-ാം തീയതി ജൂൺ മാസം 27-ാം തീയതി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസറായി VO സോനസ് എന്ന പേരായ VOനെ നിശ്ചയിക്കുകയും ചെയ്തു. സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി രേഖാമൂലം VOക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,105 രൂപ, പവന് 72,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും ദേശീയ ഗുണനിലവാര പുരസ്കാരം. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി ആരംഭിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് വാർഡ് 5 മുരുക്കുങ്ങൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് 23-ന് നടത്തുന്ന കളക്ടറേറ്റ് ധർണയുടെ മുന്നോടിയായി UDF നേതൃയോഗം നടത്തി. ഇന്റർനാഷണൽ കോൺഗ്രസ് വാസുപുരം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വാട്ടർ
വാട്ടർ ഷെഡ് പരിസരം ശുചീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.